ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഈ അഹ്ലുസുഫയെ പരിഗണിക്കുകയും അവരുടെ വിശപ്പടക്കാൻ ഉള്ളത് നൽകി സഹകരിക്കുകയും ചെയ്തതൊക്കെ അബൂ ഹുറൈറ അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, വിശപ്പുകൾ അതെത്ര എന്ന് അളക്കുവാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ഉണർത്തുന്നുണ്ട് ഈ ഒരു നിവേദനത്തിൽ. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ വഴിയിലിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയെ കടന്നു വന്നു. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്. അപ്പോൾ അബൂ ഹുറൈറയോട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ ചോദിച്ചു. മാ സഅൽതുഹു ഇല്ലാ ലി യസ്തത്ബിഉനി. ഞാനത് ചോദിച്ചത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടാനാണ്, അല്ലാതെ ആയത്ത് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാക്കാൻ ചോദിച്ചതാണ്. പക്ഷേ ഫമറ വലം യഫ്അൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നുപോയി, അദ്ദേഹം കൂടെ കൂട്ടിയില്ല. പിന്നെ ഉമർ കടന്നു വന്നു, അപ്പോഴും ഇതുപോലെ ഒരായത്ത് ചോദിച്ചതിൻ്റെ ലക്ഷ്യതാണ്. പക്ഷേ ഉമറും കടന്നുപോയി, കൂടെ കൂട്ടിയില്ല. പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. തിരുദൂതർ ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു എന്നാണ്. വഅറഫ മാഫി നഫ്സി, എൻ്റെ ഉള്ളം അദ്ദേഹം മനസ്സിലാക്കി. വമാഫി വജ്ഹി, എൻ്റെ മുഖവും അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അബാഹിർ, അബൂ ഹുറൈറ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് അബൂഹിർ. ലബ്ബൈക യാ റസൂൽ അല്ലാഹ് എന്ന് ഞാൻ പ്രതികരിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇൽഹഖ്, എൻ്റെ കൂടെ വരൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു, ഞാൻ തിരുദൂതരെ പിന്തുടർന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിലെത്തി. അവിടെ ഒരു കോപ്പയിൽ പാലിരിക്കുന്നത് കണ്ടു. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നയാൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു. ഒരു കോപ്പ പാൽ. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാഹിർ, അബൂ ഹുറൈറ എന്ന് വീണ്ടും വിളിച്ചു. എന്നിട്ട് തിരുദൂതർ പറഞ്ഞു, അഹ്ലുസുഫയെ എല്ലാവരെയും വിളിക്കാൻ. വ അഹ്ലുസുഫത്തി അദിയാഫുൽ ഇസ്ലാം, അഹ്ലുസുഫ ഇസ്ലാമിൻ്റെ അതിഥികളാണെന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിചയപ്പെടുത്തിയത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുഫയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അഹ്ലുസുഫയെ വിളിച്ചു. എല്ലാവർക്കും ആ കോപ്പ പാല് കുടിക്കാൻ നൽകിയത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ ഹുറൈറയും മാത്രം ശേഷിച്ചത്. അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി ഫഖൂദ് ഫഷ്റബ്, ഇരിക്കൂ, കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇരുന്നു കുടിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും കുടിച്ചു. തിരുദൂതർ വീണ്ടും ഊദിയാ അബാഹിർ, അബൂഹിർ കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചു. അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു. ഇതൊക്കെ അദ്ദേഹം ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലകൻ, അള്ളാഹുവാണേ സത്യം, ഇനി കുടിക്കാൻ ഒരിടവും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പാല് കുടിപ്പിക്കുകയുണ്ടായി എന്നാണ്. അവിടെ ഒരു വലിയ ആയത്ത്, ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായി. ഒരു കപ്പ് പാല് അത് അഹ്ലുസുഫ മുഴുവൻ കുടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇவ்விധം വയർ നിറയോളം കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതാണ് വ്യക്തമാകുന്നത്. അവസാനമാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുന്നത്. അബൂ ഹുറൈറ പറയുന്നത്, ഫഅതൈതുഹുൽ ഖദഹ്, കോപ്പ ഞാൻ പിന്നീട് തിരുദൂതർക്ക് നൽകി. ഫഹമിദല്ലാഹ വസമ്മ വശരിബൽ ഫദ്ല, അള്ളാഹുവിനെ സ്തുതിച്ച് ബിസ്മി ചൊല്ലി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷിക്കുന്നത് കുടിക്കുകയുണ്ടായി എന്നാണ്. ഈ സംഭവം ഇനിയും കുറേ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രമാണ്. എന്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കൂടുതൽ പഠിച്ചു, ഹദീസുകൾ കൂടുതൽ എന്തുകൊണ്ട് മനഃപ്പാഠമാക്കി, അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയും മനഃപ്പാഠമാക്കാനുള്ള കഴിവും അത് എത്രമേലുണ്ടായിരുന്നു, അതെങ്ങനെയുണ്ടായി തുടങ്ങിയ വിഷയങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കുറേ വിഷയങ്ങൾ ഈ സംഭവം ഉൾക്കൊള്ളുന്നുണ്ട്. സമയദൈർഘ്യം പറയുന്നതിനാൽ ഞാനത് ഇവിടെ പരത്തി പറയുന്നില്ല എന്ന് മാത്രം.